ഏതൊരു രാജ്യത്തിനും എന്നതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും തീർച്ചയായിട്ടും അതീവ രഹസ്യ സ്വഭാവമുള്ള മിഷൻസോ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാവാം. അതായത് വളരെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള വളരെയധികം രഹസ്യാത്മകത പുലർത്തുന്ന പ്രോജക്റ്റുകൾ. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു റൂമർ ആയിരുന്നു പ്രോജക്റ്റ് വേദ എന്ന് പറയുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടില്ല. ഈവൻ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും പലയിടങ്ങളിലും നാഷണൽ മീഡിയകളിലുമൊക്കെ അവിടെയും ഇവിടെയും നിന്ന് കിട്ടുന്ന കുറേ ഇൻഫർമേഷൻസ് അല്ലാതെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന യാതൊരു ഡീറ്റെയിൽസും നമുക്കിന്ന് പബ്ലിക്കലി അവൈലബിൾ അല്ല. ഈ പ്രോജക്റ്റ് വേദ എന്ന് പറയുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു രഹസ്യ പദ്ധതിയാണ്. ഇത് 2026 ഇതിന്റെ പരീക്ഷണം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്ന പല ഇടങ്ങളിലും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2026 ആദ്യ ക്വാർട്ടറിലായിരിക്കും പ്രോജക്റ്റ് വേദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. എന്താണ് പ്രോജക്റ്റ് വേദ എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രോയുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും ഈ സാറ്റലൈറ്റുകളെ ബഹിരാകാശത്തോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് എപ്പോഴും ഇസ്രോയുടെ സഹായം നമ്മുടെ മിലിറ്ററിക്ക് ആവശ്യമാണ്. പ്രോജക്റ്റ് വേദ എന്ന് പറയുന്നത് ഈ ഇസ്രോയുടെ സഹായം ഇല്ലാതെ തന്നെ, എന്ന് വെച്ചാൽ ഇസ്രോയുടെ ഏതെങ്കിലും ഒരു ലോഞ്ച് പാഡിൽ പോവാതെ തന്നെ നമ്മുടെ മിലിറ്ററിക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ആയുധമാണ് വേദ എന്ന് പറയുന്നത്. ഞാൻ വേദ എന്നതിനെ ഒരു ആയുധമായിട്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇപ്പൊ നമ്മൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് കാനിസ്റ്ററിൽ നിന്ന് ഉപയോഗിക്കുന്ന മിസൈലുകളുണ്ട്. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ മിലിറ്ററി വാഹനങ്ങളിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകളെ പോലെ ഈ പ്രോജക്റ്റ് വേദ എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു സാഹചര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ലോകത്ത് 4 രാജ്യങ്ങളുടെ കയ്യിലാണ് ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ ഉള്ളത്. അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ. ഈ 4 രാജ്യങ്ങളും ആന്റി സാറ്റലൈറ്റ് മിസൈലുകളെ പരീക്ഷിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ചൈന യുദ്ധം പോലൊരു യുദ്ധം വല്ലതും നടക്കുകയാണെങ്കിൽ, ഇനി ചെറിയൊരളവിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു സംഘർഷം അതിർത്തിയിൽ ഉണ്ടായാൽ പോലും ആന്റി സാറ്റലൈറ്റ് മിസൈലുകളുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ അത് പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ചൈന ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മിലിറ്ററി സാറ്റലൈറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ, എന്ന് വെച്ചാൽ ഒട്ടും വൈകാതെ തന്നെ പകരം സാറ്റലൈറ്റുകളെ നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് ഈ വേദയുടെ സഹായത്തോടെ സാധിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി കൺഫേം ആക്കാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ വളരെ പരിമിതമാണ്. നമുക്ക് ക്രെഡിബിൾ ഡേറ്റകൾ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലും റൂമർ എന്ന രീതിയിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഡിഫൻസ് അപ്ഡേറ്റുകൾ വരുന്ന നാഷണൽ മീഡിയാസിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത് കൊണ്ട് തൽക്കാലം നമുക്കത് വിശ്വസിച്ചുകൊണ്ട് പോകാം. പ്രോജക്റ്റ് വേദ എന്ന് പറയുന്ന ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാൻ മാത്രമല്ല, പ്രോജക്റ്റ് വേദയ്ക്ക് വേണ്ടി വന്നാൽ ഈ ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ ചെയ്യുന്ന പണിയും എടുക്കാൻ കഴിയുമെന്നും ചില സോഴ്സുകളിൽ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രോജക്റ്റ് വേദയ്ക്ക് വേണമെങ്കിൽ ഈ സ്മോൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ നാനോ സാറ്റലൈറ്റുകളെ ഒക്കെ തന്നെ ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിലൂടെ മറ്റ് സാറ്റലൈറ്റുകളെ നിർവീര്യമാക്കാനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ തകർക്കാനോ ഒക്കെയുള്ള ശേഷി ഉണ്ട് എന്നും ചില ഡിഫൻസ് അപ്ഡേറ്റുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും തന്നെ ഇല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും മറ്റ് രാജ്യങ്ങൾക്കെതിരായിട്ട് നമ്മുടെ ടെക്നോളജി അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയോ അഗ്രസീവായിട്ട് ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്ത് മറ്റ് രാജ്യങ്ങളെ പ്രൊവോക്ക് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതി ഇന്ത്യക്കില്ല. ഇന്ത്യയുടെ ആയുധങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ രാജ്യത്തിന് ഭീഷണി ഉണ്ടാവുന്ന സമയത്ത്, മറ്റേതെങ്കിലും രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചൈന നമ്മുടെ ഒരു കോമ്പറ്റേറ്റർ ആണ്. ചൈന ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നമുക്കും ശ്രമിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഈ പ്രോജക്റ്റ് വേദ മോഡലിലുള്ള ഒരു ആയുധം ചൈനയോ റഷ്യയോ അമേരിക്കയോ നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് യാതൊരു ഇൻഫർമേഷനും ഇല്ല. ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വാർത്തയിലും നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രോജക്റ്റ് വേദ എന്ന് പറയുന്നത് തികച്ചും യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്.
അതായത് ഇന്ത്യക്ക് നമ്മൾ കാനിസ്റ്ററിൽ കൊണ്ടുവന്ന് മിസൈലുകൾ ഉപയോഗിക്കുന്നത് പോലെ പ്രോജക്റ്റ് വേദയുടെ സഹായത്തോടെ നമുക്ക് നമ്മുടെ സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. 2000 കിലോഗ്രാം വരെ ഭാരമുള്ള സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്യാനാണ് നമുക്ക് ഇതിലൂടെ സാധിക്കുക. ഇതിലൂടെ ഇപ്പോ നമ്മുടെ മിലിറ്ററിക്ക് ഇസ്രോയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ സാറ്റലൈറ്റുകളെ വിന്യസിക്കാനായിട്ട് കഴിയുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാവുന്ന ക്രൈസിസിലാണ് നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. മറ്റത് നമുക്കൊരു സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്ത് ഇസ്രോയിൽ പോയി അവരുടെ ഏതെങ്കിലും ഒരു ലോഞ്ച് പാഡിൽ നിന്ന് നമ്മൾ ഇത് ലോഞ്ച് ചെയ്ത് വരുമ്പോൾ എടുക്കുന്ന സമയം ഇതിലുണ്ടാവില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മിലിറ്ററിക്ക് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും സ്പേസിൽ നമുക്കൊരു എഡ്ജ് കിട്ടുന്ന ഒരു നീക്കമാണ് ഈ പ്രോജക്റ്റ് വേദ പൂർത്തിയാവുന്നതിലൂടെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഏതൊരു രാജ്യവുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബഹിരാകാശം വളരെ പ്രധാനമാണ്. ഇനിയുള്ള കാലത്ത് സാറ്റലൈറ്റുകളാണ് ഇന്ന് വിവിധ രാജ്യങ്ങളെ യുദ്ധങ്ങളിൽ പോലും ഏറെ സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാറ്റലൈറ്റുകൾക്കുണ്ടാവുന്ന കേടുപാടുകൾ ഭൂമിയിൽ നടക്കുന്ന യുദ്ധങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് ഒരു എഡ്ജ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്ത്യ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം കരുതാൻ. യുദ്ധങ്ങളിൽ യുദ്ധഭൂമിയിൽ നമുക്ക് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുവാനും അതുപോലെ തന്നെ സ്പേസിൽ ഒരു യുണീക്ക് എഡ്ജ് തരുന്നതിനും ഈ ഒരു മൊബൈൽ സാറ്റലൈറ്റ് ലോഞ്ചർ നമുക്ക് സഹായകരമാകും. ഇപ്പൊ നമ്മൾ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവരുടെ എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ തകർത്തു. എന്ന് വെച്ചാൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, അവരുടെ റൺവേകൾ, അവരുടെ വിമാനങ്ങൾക്ക് പറന്നു പൊങ്ങാൻ പറ്റാത്ത വിധം അവരുടെ റൺവേകൾ തകർത്തു, കൺട്രോൾ യൂണിറ്റുകൾ തകർത്തു. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ പാകിസ്ഥാന്റെ ചിറകരിഞ്ഞാണ് വിട്ടത്. അതുപോലെ യുദ്ധങ്ങളിൽ ഓരോ രാജ്യങ്ങളും ഓരോ തന്ത്രങ്ങൾ ഉപയോഗിക്കാം. നാളെ നമ്മുടെ സാറ്റലൈറ്റുകൾ തകർക്കപ്പെടുന്നു, പകരം ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ലോഞ്ച് പാഡുകളും തകർക്കപ്പെടുന്നു എന്ന് കരുതുക. അത്തരം സന്ദർഭങ്ങളിലും വേദയുടെ സഹായത്തോടെ നമുക്ക് നമ്മുടെ സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. കാരണം ഇത് എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് ശത്രു രാജ്യങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇതൊരു കാനിസ്റ്ററിൽ ഇരിക്കുന്ന മൊബൈൽ യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് നീക്കാം. ഒരു വാഹനത്തിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അതിപ്പോൾ ഒരു പർവ്വതത്തിലേക്ക് ആയിക്കോട്ടെ, സമുദ്രതീരത്തിലേക്ക് ആയിക്കോട്ടെ, ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് ആയിക്കോട്ടെ, എവിടേക്ക് വേണമെങ്കിലും നമുക്കിത് ചലിപ്പിക്കാം. എന്ന് വെച്ചാൽ ഒട്ടും പ്രഡിക്റ്റബിൾ ആയിരിക്കില്ല. ഇത് എവിടെ നിന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് എന്ന് ഒരിക്കലും ശത്രു രാജ്യത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇന്ത്യ ഇനിയിപ്പോൾ 2026 ഈ ഒരു ആയുധം പരീക്ഷിക്കുകയാണെന്ന് തന്നെ കരുതുക. പക്ഷെ അപ്പോഴും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ നമ്മുടെ രാജ്യം ഇത് പുറത്തുവിടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണോ എന്ന് നമുക്കറിയില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റോ നമ്മുടെ ഏതെങ്കിലും ഏജൻസികളോ ഒഫീഷ്യലായിട്ട് ഇത് പ്രോജക്റ്റ് വേദ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ നാഷണൽ മീഡിയാസിലും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്ന പ്ലാറ്റ്ഫോമുകളിലുമാണ് ഈ ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണെന്ന് ഞാൻ ഒരിക്കലും ഈ വീഡിയോയ്ക്കകത്ത് അവകാശപ്പെടുന്നില്ല. പ്രത്യേകിച്ച് മൊബൈൽ ഓൺ ഡിമാൻഡ് ലോഞ്ച് എനിവെയർ ടെക്നോളജി എന്ന് വെച്ചാൽ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നോളജി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയോ ചൈനയോ റഷ്യൻ ഫെഡറേഷനോ പോലും ഇതുവരെയും പരീക്ഷിച്ചതായിട്ടുള്ള ഒരു ക്രെഡിബിൾ ഇൻഫർമേഷനും നമ്മുടെ പബ്ലിക്കലി അവൈലബിൾ അല്ല. സോ അത് അറിയാത്തിടത്തോളം കാലം ഇവരുടെ കയ്യിൽ പോലും ഇല്ലാത്തൊരു ആയുധത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. പ്രോജക്റ്റ് വേദ നമ്മൾ ഈ മനസ്സിലാക്കുന്നത് പോലത്തെ ഒരു ആയുധമാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗെയിം ചേഞ്ചിങ് ആയുധമായിരിക്കും. ഇന്ത്യക്ക് സ്പേസിൽ അസാധ്യമായ മേൽക്കൈ ഈ ഒരു ഒറ്റ ആയുധത്തിലൂടെ കൈവരികയും ചെയ്യും. യുദ്ധങ്ങളിലും പ്രത്യേകിച്ച് ഭാവിയിലെ യുദ്ധങ്ങളിൽ നമുക്കിതൊരു എഡ്ജ് നൽകുകയും ചെയ്യും. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.